ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. എല്ലാ വർഗീയവാദികൾക്ക് മുമ്പിലും മുട്ടിടിക്കാതെ ആവേശത്തോടു കൂടി നിന്ന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. വർഗീയത ഒട്ടും പറയാത്ത, ഒട്ടും ചെയ്യാത്ത, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എപ്പോഴും പ്രസംഗിക്കുന്ന, ആരുടെ മുന്നിലും, അതായത് വർഗീയവാദികളുടെ ഒന്നും മുന്നിൽ മുട്ടിടിക്കാത്ത യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിഫി. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോണേ. എടാ, കലാബോധം ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. നിന്റെ തള്ളയുടെ കുടുംബത്തിലുള്ളവർക്ക് ഒട്ടുമില്ലാതെ ആ കിളവൻ അച്യുതക്കുറപ്പുണ്ടല്ലോ, അയാൾക്ക് തീരെയില്ലടാ. ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസമാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ, ചുമ്മാ തട്ടി വിട്ടതായിരിക്കും. 4-ാം തീയതി ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ വേദന കടന്നുകൂടാൻ എന്താ സംഭവിച്ചത്? അടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. തോറ്റപ്പിയിട്ട ദിവസം. ഇതുപോലെ മനുഷ്യർ സന്തോഷിച്ച ഒരു ദിവസം വേറെ ഇല്ല. ഒന്ന് ചിരിപ്പിക്കാതെ പോയേ ചേച്ചി. കോട്ടയ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. കേട്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന്. ഡയറക്റ്റ് ആയിട്ടൊന്ന് സമ്മതിച്ചു കേട്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത തോൽവി എന്നൊന്നും അതിനെ ഡെക്കറേറ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും തോൽവി ഉണ്ടായില്ല. പ്രതീക്ഷിച്ചത് ഒറ്റേക്കായിരുന്നല്ലോ. എങ്ങനെ 35ലേക്ക് ഉയർന്നു എന്ന അത്ഭുതമായിരുന്നല്ലോ പിന്നെ നിങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്തിക്കോ. പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നെ കണ്ണീരൊഴുക്കിക്കൊണ്ട് വീട്ടിനകത്ത് കയറി ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഉടനെ വാളും പരിചയം എല്ലാം എടുത്ത് ജയിച്ച ആളുകളുടെ വീടുകൾ ലക്ഷ്യമാക്കിയല്ലേ പോകുന്നത്. ആ പാർട്ടിക്കാരെ എങ്ങനെയും വെട്ടി നിരത്തണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? വീട്ടിനകത്ത് മര്യാദയ്ക്ക് ഇരിക്കുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. മര്യാദ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കടച്ചിട്ടവരല്ല ഡിവൈഎഫ്ഐ. അത് ശരി. അപ്പൊ മുറി അടച്ചിട്ടിരുന്ന് നെഞ്ചത്തലച്ച് നിലവിളിച്ചായിരുന്നല്ലേ? ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയമേ ഉള്ളായിരുന്നു. ഇപ്പൊ ചിന്ത ചേച്ചിയുടെ വായിന്ന് തന്നെ കേട്ടപ്പോ ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞ് ടോമാഞ്ചറി കാണാൻ പോയവരല്ല ഡിവൈഎഫ്ഐ. ടോമാഞ്ചറിയും കാണാറുണ്ടോ? ബോബനും മോളിയോ? നിങ്ങൾ ടോമാഞ്ചറി കാണുമല്ലായിരുന്നു, റൂമിനകത്ത് കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം പരിശോധിച്ചു നോക്കൂ. എല്ലാവരും ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ തയ്യാറായിക്കേ. ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും പറഞ്ഞു പൊതിച്ചോറിലെത്തി. വേറൊന്നും പറയാനില്ല. എൻ്റെ പൊന്നു ചേച്ചി ഒരു 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ അവരവർ വേല ചെയ്ത് അവരവരുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആഹാരം അവരുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ വാങ്ങിച്ച് ആശുപത്രി കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച് അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾ സ്വയം ഇങ്ങനെ നാറണോ? ഈ പൊതിച്ചോറിൻ്റെ കാര്യം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ വായിന്ന് ഞങ്ങൾ കേൾക്കുന്നത്? കണ്ടവരെ മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല.